Delhi 10/11 blast latest update from ground zero. ചെങ്കോട്ടെ സ്ഫോടനത്തിൽ അന്വേഷണം തുർക്കിയിലേക്ക് എന്ന പ്രധാന വിവരം വരുന്നു. ദില്ലി സ്ഫോടനത്തിൽ തുർക്കി ബന്ധമുണ്ടോ എന്നതാണ് സംശയം. ആരാണ് ആ യൂഖാസ എന്ന ഏജന്റ്? യൂഖാസ എന്നത് ഒരു കോഡ് പേരാണോ? തുർക്കിയുമായി എന്താണ് ഈ ആസൂത്രകർക്ക് ബന്ധം? ആസൂത്രണം തുർക്കിയിലെ അങ്കാരയിൽ വെച്ച് നടന്നു. ഉമർ നബി ഉൾപ്പെടെ 2022 അങ്കാരയിൽ എന്തിനെത്തി? മറ്റു ചില സംശയങ്ങൾ കൂടിയുണ്ട്. കൂടുതൽ വൈറ്റ് കോളർ ഭീകരരുണ്ടോ എന്നതാണ് ഇപ്പോൾ അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. ഫരീദാബാദിൽ സംഘത്തിൽ കൂടുതൽ പേരുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. അൽഫല യൂണിവേഴ്സിറ്റിയിലാണ് ആസൂത്രണം നടന്നത് എന്നതാണ് ചോദ്യം. ഉമർ നബിയുമായി ബന്ധമുള്ള അൽഫല യൂണിവേഴ്സിറ്റിയിലെ 2 വിദ്യാർത്ഥികളെ കൂടി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ബാബറി മസ്ജിദ് തകർത്തതിന്റെ വാർഷികമായി ഡിസംബർ 6-ന് ഉമറും കൂട്ടാളികളും ദില്ലി അടക്കമുള്ള നഗരങ്ങളിൽ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ടിരുന്നതായും കണ്ടെത്തി. നോബൽ മാരിക്കാരനും ആദിൽ പാലോടും ചേരുന്നുണ്ട്. ആദ്യം ആദിൽ ഹരിയാനയിലെ അൽ ഫലാഹ് യൂണിവേഴ്സിറ്റിയിലുണ്ട്. ആദിൽ പാലോഡ്, വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ആദിൽ നിൽക്കുന്നത് ഈ സ്ഫോടനത്തിന്റെ മുഖ്യ സൂത്രധാരന്മാർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന അൽ ഫലാഹ് യൂണിവേഴ്സിറ്റിയിലാണ്. ഈ അൽ ഫലാഹ് യൂണിവേഴ്സിറ്റി ആയിരുന്നോ ഗൂഢാലോചനയുടെ കേന്ദ്രം? അന്വേഷണ സംഘത്തിന് എന്തൊക്കെ സംശയങ്ങളാണ് ബാക്കി? ഇനിയും ഈ വൈറ്റ് കോളർ ടെററിസ്റ്റ് മൊഡ്യൂളിൽ കൂടുതൽ ആളുകൾ ഉണ്ട് എന്നുള്ള സൂചനയാണോ ലഭിക്കുന്നത്? ഈ ഗൂഢാലോചനയുടെ ഒരു ഭാഗം തുർക്കിയിൽ അങ്കാരയിൽ വെച്ച് നടന്നു എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ടോ? എന്താണ് കൂടുതൽ വിവരങ്ങൾ അതിൽ? അരുൺകുമാർ, രാജ്യ തലസ്ഥാനത്ത് നിരവധി ഭീകരാക്രമണങ്ങൾ പദ്ധതിയിട്ടിരുന്ന ഡോക്ടർമാർ കേന്ദ്രീകരിച്ചിരുന്നതും ചർച്ചകൾ നടത്തിയിരുന്നതും ഈ സ്ഥാപനത്തിനുള്ളിലാണ്. അൽഫലാഹ് സ്കൂൾ ഓഫ് മെഡിക്കൽ സയൻസ് എന്ന ബോർഡ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അൽഫല യൂണിവേഴ്സിറ്റി കീഴിൽ പ്രവർത്തിക്കുന്ന മെഡിക്കൽ കോളേജിലാണ് ഈ ഡോക്ടർമാർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്നത്. ഡോക്ടർ പൊട്ടിത്തെറിച്ചു എന്നിപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്ന ഡോക്ടർ ഉമർ നബി, ഡോക്ടർ മുസമ്മിൽ 380 കിലോ അമോണിയം നൈട്രേറ്റുമായി പിടികൂടിയാളാണ് ഡോക്ടർ മുസമ്മിൽ. ഒപ്പം രാജ്യത്ത് ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിംഗ് രൂപീകരിക്കാൻ ദൌത്യം ഏറ്റെടുത്തിരുന്ന ഡോക്ടർ ഷഹീൻ, ഒപ്പം ഡോക്ടർ ആദിൽ, അങ്ങനെ 4 പേരെയാണ് 4 പേരും ജോലി ചെയ്തിരുന്നത് ഇവിടെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ NIA-യുടെയും അന്വേഷണ ഏജൻസികളുടെയും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം വന്ന് നിൽക്കുന്നത് ഈ സ്ഥാപനത്തിലാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത, ഡോക്ടർ നിസാർ അൽ ഹസൻ എന്ന ഡോക്ടർക്ക് കൂടി ഈ സംഘത്തിൽ പങ്കാളിത്തമുണ്ട് എന്നുള്ളതാണ്. കശ്മീരിൽ സർക്കാർ ഡോക്ടറായിരുന്നു നിസാർ അൽ ഹസൻ. അയാൾ പിന്നീട് ഭീകര ബന്ധത്തെ തുടർന്ന്, ആരോപണത്തെ തുടർന്ന് ജമ്മു കശ്മീർ സർക്കാർ പിരിച്ചുവിട്ട ഒരു ഡോക്ടറെ ഇപ്പോൾ 2 ദിവസമായി ഇവിടെ ജോലി ചെയ്യുന്ന, അധ്യാപകനായി ജോലി ചെയ്യുന്ന ഡോക്ടറെ 2 ദിവസമായി കാണാനില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഇയാൾക്കുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുന്നു. അതിനിടെ 2 വിദ്യാർത്ഥികളെ കൂടി, ഇവിടെയുള്ള വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുത്തു എന്ന വാർത്ത കൂടി പുറത്തുവരികയാണ്. വിദ്യാർത്ഥികൾക്ക് ഉമർ നബിയുമായി ബന്ധമുണ്ട് എന്നാണ് പോലീസും അന്വേഷണ ഏജൻസികളും പറയുന്നത്. ഏതായാലും അതിവേഗത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അൽഫലാഹ് യൂണിവേഴ്സിറ്റി കേന്ദ്രീകരിച്ചാണ് അന്വേഷണമുള്ളത്. അതിനിടെ ഇവിടെ നിന്ന് കുറച്ചുകൂടി കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിന്നാണ്, ഒരു ഗ്രാമത്തിൽ നിന്ന് ഈ ഉമർ നബിയുടെ ഉടമസ്ഥതയിലുള്ള ഒരു ചുമന്ന നിറത്തിലുള്ള എക്കോസ്പോർട്ട് കാർ കൂടി കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും ഇതും ഭീകരാക്രമണത്തിന് വാങ്ങിവെച്ചതാണ് എന്നാണ് വിലയിരുത്തുന്നത്. ഇതിലും മറ്റെന്തെങ്കിലും സ്ഫോടക വസ്തുക്കളുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള പരിശോധനകൾ രാത്രി വൈകിയും ഇപ്പോഴും തുടരുകയാണ്. NSG കമാൻഡോയുടെയും ബോംബ് സ്ക്വാഡിന്റെയും പരിശോധനയാണ് ഇപ്പോൾ അടുത്ത ഗ്രാമത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വൻ പദ്ധതിയായിരുന്നു ഈ വൈറ്റ് കോളർ ടെറർ മൊഡ്യൂൾ ഉണ്ടായിരുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അവിടെ ഇപ്പോഴും സുരക്ഷാ വലയത്തിലാണോ? അത് ഈ സർവകലാശാലയ്ക്കുള്ളിലാണോ ഉമറും സംഘവും ഒക്കെ താമസിച്ചിരുന്നത്? ആദിൽ പാലോടാണ് ഇപ്പോൾ അൽഫല സർവകലാശാലയിൽ നിന്ന് തത്സമയം പ്രേക്ഷകർക്കൊപ്പം ചേരുന്നത്. ദില്ലിയിലെ ചെങ്കോട്ടയിലെ സ്ഫോടനത്തിന്റെ പ്രധാന ഗൂഢാലോചനാ കേന്ദ്രം അൽഫല സർവകലാശാല ആണ് എന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. കൂടുതൽ പേർ ഈ വൈറ്റ് കോളർ ടെറർ മൊഡ്യൂളിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഒരു ഡോക്ടർ നിസാറിനെ കുറിച്ചുള്ള അന്വേഷണമാണ് നടക്കുന്നത്. ഡോക്ടർ ഉമർ നബിയുമായി ബന്ധപ്പെട്ട കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണ സംഘം എത്തുന്നു. അൽഫല സർവകലാശാലയിലും ഒപ്പം തുർക്കിയിലെ അങ്കാരയിലും വെച്ച് ഈ സ്ഫോടനത്തിന് ആസൂത്രണം നടത്തി എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. വലിയ സ്ഫോടനങ്ങൾക്കാണ് പദ്ധതിയിട്ടത് എന്നതാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ നിഗമനം. അതിൽ ഈ ഡോക്ടർ ഉമറിന്റെയും മറ്റും താമസ സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ കഴിയില്ലല്ലോ. ഇപ്പോഴും അവിടെ നിയന്ത്രണങ്ങളുണ്ടോ?
ഇന്നലെ നമ്മൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഉമറിന്റെയും മുസമ്മിലിന്റെയും താമസ സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോയിരുന്നു. മുസമ്മിലിന്റെ ഒരു മുറി, ഒരു ലോഡ്ജ് മുറി ഇവിടെ നിന്നും 500 മീറ്റർ മാത്രം മാറിയാണ്. ഫരീദാബാദിലെ ദൌജ് എന്ന ഗ്രാമത്തിലാണ് ഈ യൂണിവേഴ്സിറ്റി പ്രവർത്തിക്കുന്നത്. അവിടെയാണ് ഡോക്ടർ മുസമ്മിൽ താമസിച്ചിരുന്നത്. ഈ ഭീകരാക്രമണ പദ്ധതികളുടെ ബുദ്ധി കേന്ദ്രം എന്ന് പോലീസും അന്വേഷണ ഏജൻസികളും കണ്ടെത്തിയിരിക്കുന്ന മുസമ്മിൽ താമസിച്ചിരുന്നത് അവിടെയാണ്. മാത്രമല്ല ഇവിടെ നിന്നും ഒരു 5 കിലോമീറ്റർ മാറി ഫത്തേപൂർ താഗ എന്ന ഗ്രാമത്തിലാണ് ഇവർ അമോണിയം നൈട്രേറ്റ് അടക്കമുള്ള സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചു വെച്ചിരുന്നത്. അവിടെയും നമുക്ക് പോകാൻ കഴിഞ്ഞിരുന്നു. ഏതായാലും അതിന്റെ ദൃശ്യങ്ങളും പുറത്തേക്ക് വന്നിരുന്നു. അവിടെ ഒരു ഒളിയിടം എന്ന കണക്കെ തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ താമസിക്കാൻ കണക്കെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയ ഒരു ഒളിയിടമായിരുന്നു അവിടെ തയ്യാറാക്കിയിരുന്നത്. ഫത്തേപൂർ താഗ എന്ന ഗ്രാമത്തിലെ ഏറ്റവും അവസാനത്തെ വീട്ടിലാണ് ഇവർ അമോണിയം നൈട്രേറ്റ് അടക്കമുള്ള സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ച് സൂക്ഷിച്ചു വെച്ചിരുന്നത്, ഒരു ഒളിയിടം എന്ന കണക്കെ. ഏതായാലും ഇതൊക്കെ പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ സാധനങ്ങളും തെളിവുകളും ശേഖരിച്ചിട്ടുണ്ട്. ഇനി അറിയേണ്ടത് ഇതിൽ ആരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ ബാക്കിയുള്ളത്, ഈ കണ്ണികളിൽ ചേരുന്നത് ആരൊക്കെ എന്നുള്ളതാണ്. കൂടുതൽ ഡോക്ടർമാരിലേക്ക് അന്വേഷണം പോകുന്നു. സർവകലാശാലയുടെ പ്രവർത്തനങ്ങളൊക്കെ പഴയ രീതിയിൽ തന്നെ നടക്കുന്നുണ്ടല്ലോ അല്ലേ ഇപ്പോൾ? ഇവിടെ ഇപ്പോൾ നിയന്ത്രണങ്ങളോടെ മാത്രമേ അകത്തേക്ക് കടത്തിവിടുന്നുള്ളൂ. ഇവിടെയുള്ള 1997 കാലത്ത് തുടങ്ങിയൊരു യൂണിവേഴ്സിറ്റിയാണ്. ആദ്യം ഒരു എഞ്ചിനീയറിംഗ് കോളേജായിരുന്നു, പിന്നീട് അതൊരു യൂണിവേഴ്സിറ്റിയായി 2014 മാറുന്നത്. മെഡിക്കൽ കോളേജും പിന്നീട് ഇതിലേക്ക് ചേർക്കുകയായിരുന്നു. ഇതിന്റെ കീഴിൽ പ്രവർത്തിച്ചു വരികയാണ്. സൗജന്യമായി ചെറിയ നിരക്കിൽ മെഡിക്കൽ വിദ്യാഭ്യാസം നൽകുക, സൗജന്യമായി ചികിത്സ നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലാണിത് സ്ഥാപിച്ചിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ചില നിയന്ത്രണങ്ങൾ ഇവിടേക്ക് പോകുന്നതിന് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അരുൺകുമാർ. ഓക്കെ, താങ്ക് യു. ആദിൽ പാലോടാണ് അൽഫലാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും തത്സമയം വിവരങ്ങൾ നൽകിയത്. ചെങ്കോട്ടയിലെ സ്ഫോടനത്തിന്റെ മുഖ്യ സൂത്രധാരന്മാർ കേന്ദ്രീകരിച്ചിരുന്നത് അൽഫലയിലായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ഇപ്പോൾ നോബൽ ബാരിക്കാൽ